ഓക്കെ, ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മുടെ ഒരേ ഒരു സ്വർഗം എന്ന ടെലിഫിലിമിൻ്റെ 50Kയുടെ ഒരു സെലിബ്രേഷൻ്റെ വേദിയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ജിത്തു പയ്യന്നൂരിനെ ഞാൻ എല്ലാവർക്കും വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ ഫീൽഡിൽ തന്നെ സിനിമ ഫീൽഡിൽ തന്നെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഉപേന്ദ്രേട്ടനുണ്ട്, അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബാക്കിയുള്ള അഭിനയ നേതാക്കളെല്ലാവരും എൻ്റെ കൂടെയുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയെ ഞാൻ വേദിയിലേക്ക് എൻ്റെ മൈക്ക് കൈമാറാം. ജിത്തു പയ്യന്നൂരിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരേ ഒരു സ്വർഗത്തിൻ്റെ 50,000K നമ്മുടെ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ഞങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഓൾറെഡി ഞാനിതിൻ്റെ റിലീസായപ്പം തന്നെ ഇതിൻ്റെ മൊത്തം വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറയുകയുണ്ടായി. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് അഭിനയിച്ച ആൾക്കാരെല്ലാവരും തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ നേരിട്ട് കാണാൻ തന്നെയാണ് ഞാൻ വന്നത്. ഈ പറഞ്ഞ പോലെ എൻ്റെ നാട്ടുകാരാണ് ഇവരൊക്കെ, ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. അപ്പം എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പം കൂടെ അവരെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 50 എന്നുള്ളത് ഇനി അതിന് മുകളിൽ എന്തായാലും പോകും. ഇനിയും ഒരുപാട് വർക്കുകൾ ഇവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, നല്ല നല്ല വർക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇനി ഈ ഷോർട്ട് ഫിലിം എന്ന രീതിയിൽ മാറി ഇവരൊരു വലിയൊരു സിനിമയിലേക്ക് എത്താൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. അതിലെത്തിച്ചേരട്ടെ ഇവരെല്ലാവരും. താങ്ക് യു സോ മച്ച്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഏവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് ഈ ഒത്തുകൂടൽ. കാരണം നമ്മുടെ ഷഫീർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അദ്ദേഹം വളരെ ഇതിനോട് ഇൻട്രസ്റ്റ് കാണിച്ചു. ഇതുപോലെ തന്നെ ഒരു മേഖലയിലേക്ക് നല്ല രീതിയിൽ എത്തിച്ചേരാൻ വേണ്ടി അതിൻ്റെ ഒരു കൂട്ടായ്മയായിട്ട് നമ്മളിപ്പോൾ ഇതിൽ അഭിനയിച്ച കൂട്ടർ അതെന്ന് പറഞ്ഞാൽ ഒരു നല്ല സഹകരണത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾക്ക് ഷഫീറിന് ഇതിപ്പോൾ നമ്മൾ ഒരു 50K ആണ് ആയത്. നെക്സ്റ്റ് നമുക്ക് നേരത്തെ ലാൽ സർ പറഞ്ഞ പോലെ അതൊരു വലിയ സിനിമയിലേക്ക് മാറേണ്ട ഒരു സിറ്റുവേഷൻ, അത് നമ്മൾ ഓരോരോ ആളും വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു മേഖലയിലേക്ക് നമ്മൾക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അത്രയും ആത്മാർത്ഥതയും സത്യസന്ധതയും അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയോടുള്ള ആ ഒരു നല്ല ആത്മാർത്ഥതയാണ് നമുക്ക് ഏറ്റവും നല്ല സ്നേഹം നിറഞ്ഞിട്ടുള്ള വാക്കുകൾ. അപ്പോൾ നമ്മൾക്കൊരു കൂട്ടായ്മയിൽ നമ്മൾക്ക് എന്തായാലും അദ്ദേഹത്തിന് നല്ലൊരു സ്റ്റേജിലേക്ക് നല്ലൊരു നിലവാരത്തിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിലുപരി സർവശക്തൻ അതിനുള്ള ഒരു അനുഗ്രഹവും ആശംസകളെല്ലാം നമ്മൾ കൊടുക്കുക.
എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൂട്ടായ്മയിൽ ഇനി ഒരു നല്ല പ്രൊജക്റ്റ് ഉണ്ടാകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഞാൻ നമ്മളിവിടെ എത്തിച്ചേർന്ന ജിത്തു പയ്യന്നൂരിന് എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ ഇതിൽ ഉള്ള എല്ലാവർക്കും, കലാകാരന്മാർക്ക്, ഷഫീർ പയ്യട്ടവും അതുപോലെ എല്ലാവർക്കും ഒരാളെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മളൊക്കെ ഈ ബഷീറാവാനുള്ള കാരണം ഷഫീർ തന്നെയാണ്. അവൻ നമ്മളെ പ്രത്യേകം ഇതിലേക്ക് എടുത്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കാനുള്ളൊരു ഇത് കിട്ടിയത്. അതുകൊണ്ട് അവൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു. വേൾഡ് മദേഴ്സ് ഡേൻ്റെ അന്ന് നല്ലൊരു മെസ്സേജ് നൽകിയ ഒരേ ഒരു സ്വർഗം എന്ന ഷോർട്ട് ഫിലിമിലൂടെ നല്ലൊരു മെസ്സേജ് നൽകിയ ഷഫീറിനും അതിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും ഒരു ബിഗ് സല്യൂട്ട്. ഇത് 50 കഴിഞ്ഞ് ലക്ഷോപലക്ഷം ആൾക്കാർ ഇത് കണ്ട് നല്ല അഭിപ്രായം പറയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. നമ്മളിന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം ഒരു സ്വർഗമായ, അതായത് നമ്മുടെ ഏറ്റവും നമ്മുടെ പ്രതീക്ഷയെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് അങ്ങ് എത്തിച്ച ഒരേ ഒരു സ്വർഗം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ 50K തികഞ്ഞ ആഘോഷത്തിലേക്കാണ്. ഇതിന് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് പയ്യന്നൂരുള്ള ജിത്തു സാറാണ്. അദ്ദേഹത്തെ നമ്മുടെ ഈ പരിപാടിയിൽ അദ്ദേഹം കൂടി ഭാഗഭാക്കാകാൻ സാധിച്ചതിൽ നമുക്ക് അധികം സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഞാൻ ഷഫീർ പറഞ്ഞു, ഞാൻ ചെയ്തു, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേങ്കിൽ അത് വല്ലാതെ പലർക്കും പല ഫീല് ആക്കിയിട്ടുണ്ടെന്ന് ആ വീഡിയോ കണ്ട പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു സങ്കടത്തിൽ ആക്കിയല്ലോ നീ മോളെ എന്നുള്ള എന്നോട് പറഞ്ഞത്. പക്ഷെ എന്നാലും അതെല്ലാം കേൾക്കുമ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി തോന്നുന്നത് ഷഫീറിനോടാണ്. ഒരു മുസ്ലിം കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് ഷഫീറിൻ്റെ തന്നെ ഒരു പടത്തിൽ, ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതിന് ശേഷമാണ്. ഒരു നാടകത്തിൽ അത് മെയിൻ കഥാപാത്രം ഒരു ഉമ്മയായിട്ട് തന്നെ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു. പിന്നെ വന്ന ഉമ്മയാണ് ഈ ഒരേ ഒരു സ്വർഗത്തിലെ ഉമ്മ. അതും എന്നെ അത്രയും പ്രശസ്ത ആക്കി തന്നെ പറയാം. അത് നമ്മളെ ഈ കൂട്ടായ്മ, ഷഫീറിൻ്റെ ഈ കൂട്ടായ്മയാണ് നമ്മളെ ഇത്രത്തോളം എത്തിച്ചത്. ഇനിയും ഈ കൂട്ടായ്മ പുതിയ പുതിയ എപ്പിസോഡുകളുമായി വന്നിട്ട് അത് 50K മുതൽ അതിൽ വലുതാകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. പിന്നെ സഫീർ പൈട്ടത്തിൻ്റെ ഒരേ ഒരു സ്വർഗം 50K ആഘോഷമാണ്. സഫീർ പൈട്ടം 10-15 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും വിജയമായി നിൽക്കുന്നത് ഒരേ ഒരു സ്വർഗമാണ്. 15 ചെയ്തതിൽ 8000, 9000, 10K അത്ര വരെ പോയിട്ടില്ല. ഇത് 50K പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഘോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലൊരു ഭാഗ്യം. ഇതിലൊരു ചെറിയൊരു വേഷം തന്നതിലും നന്ദിയുണ്ട്. ഇങ്ങനൊരു പരിപാടി പങ്കെടുത്തതിൽ എനിക്ക് ഒരു സിനിമാ ഫീൽഡിലെ ഒരു ഗസ്റ്റ് നമുക്ക് കിട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇങ്ങനത്തെ ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് അഭിമാനമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിനു പുറമെ ഈ ഒരു കഥാപാത്രം ചെയ്യാൻ എന്നെ തിരഞ്ഞെടുത്ത ഷഫീർക്കും എൻ്റെ കൂടെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത് നല്ലൊരു വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് വിജയത്തിലേക്ക് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഷഫീറിൻ്റെ ഒരേ ഒരു സ്വർഗം ഇന്ന് 50K പൂർത്തിയായിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയ മമ്മൂട്ടിയുടെ മേക്കപ്പ് മാൻ, നമ്മുടെ സൂപ്പർ സ്റ്റാർ ജിത്തു സാറ് നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥ അത്രയും ഫീലോടുകൂടി ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ നടന്ന എഫേർട്ട് എത്രമാത്രം ആയിരിക്കണം. അത് കാണുന്ന ഓരോരുത്തരും പറയുന്നതെന്ന് വിചാരിച്ചാൽ കണ്ണ് നിറഞ്ഞു പോകുന്നത് കാണുമ്പോഴാണ്. അപ്പോൾ അത്രയും ഫീലോടുകൂടി ഷഫീർ ആ ഒരു ഷോർട്ട് ഫിലിം നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇതിൽ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്ന ജിത്തു പയ്യന്നൂരിനും അതുപോലെ തന്നെ എല്ലാ ആക്ടർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ ആശയം ഒരു ദിവസം എന്നിൽ ഉദിച്ചതാണ്. അത് ഞാൻ ഷഫീറുമായി പങ്കുവെച്ചപ്പോൾ ഷഫീറിന് നല്ല ഇഷ്ടപ്പെട്ടു. അതൊരു കഥയായി രൂപപ്പെട്ടു. ഇത്രയും
50K കടന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ അവാർഡ് കിട്ടിയ സന്തോഷം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ ഗ്രാമപ്രദേശത്തിൽ നിന്നും ഇത്രയും നല്ലൊരു കഥ ഉത്ഭവിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് പരിപാടികൾക്കും എല്ലാവരും ഒത്തുചേർന്ന് വളരെ ഭംഗിയായി ഈ സംഭവം 50K കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയരെ, ഒരേ ഒരു സ്വർഗം ഷോർട്ട് ഫിലിമിൻ്റെ 50K പൂർത്തിയാകുമ്പോൾ 50K പൂർത്തിയായ സന്തോഷം പങ്കുവെക്കുന്ന ഈ വേളയിൽ ഈ ഫിലിമിൻ്റെ ഭാഗമാകാതിരുന്നിട്ടും എന്നെ ഭാഗമാക്കിയ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ ഫിലിമിൻ്റെ വിജയം 50,000 പ്രേക്ഷകരാണ്. അവർക്ക് എൻ്റെ സ്വന്തം പേരിലും ഈ ഫിലിമിൻ്റെ പ്രവർത്തകരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനി 100Kയും കഴിഞ്ഞ് 1 മില്യനും കഴിഞ്ഞ് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ 50,000 പ്രേക്ഷകർക്ക് നന്ദി അർപ്പിക്കുന്നു. നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും നന്ദി അറിയിക്കാം. നമ്മളിപ്പോൾ ഒരു 10-15 ഷോർട്ട് ഫിലിം ചെയ്തിട്ടും ഈ ലാസ്റ്റ് ഒരു സ്വർഗ്ഗമാണ് കൂടുതൽ ഓടിയത്. അതിൽ വലിയ സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ അതങ്ങനെ ഒന്ന് ഓടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും പരിചിതമായ ഒരു കഥയായിരുന്നു ജബ്ബാർക്ക് എന്നോട് പറയുമ്പോൾ. പക്ഷെ അത് എങ്ങനെ ഒരു ആൾക്കാരിൽ ടച്ച് ചെയ്ത് എടുക്കാമെന്നുള്ള ഒരു ശ്രമം നടത്തിയതാണ്. അതെന്തായാലും ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഓടിയത്. പിന്നെ 50,000 ആൾ കാണുകയെന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നമാണ്. ഞാനൊരു ഷോർട്ട് ഫിലിം എടുത്ത് റിലീസ് ചെയ്താൽ ഒരു 5,000 കാണണേ എന്നിങ്ങനെ നോക്കലാം. 5,000 ആവുന്നുണ്ടോ 5,000 ആയാൽ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഓടുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ പിന്നിൽ ഓരോരാളും അഭിനയിച്ച എല്ലാവരും നോക്കും, ഓരോ ദിവസവും നോക്കും ഇത് എത്രയായി, ഇത് 20 കടന്നോ 21 കടന്നോ എണ്ണി ഇപ്പം 50ലേക്ക് കിടക്കും എന്നത്. അപ്പോൾ ഞാൻ വിളിക്കുമ്പം പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ഒരു റോളുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഉപേന്ദ്രേട്ടനായാലും രേനേച്ചി ആയാലും ആരായാലും എന്താണെന്നറിയില്ല, ഞാൻ പറയുമ്പം കൃത്യമായിട്ട് അവർ പെട്ടെന്ന് ഒരു മുടക്കവും പറയാണ്ട് എല്ലാവരും കൃത്യമായിട്ട് വരുത്തുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മാത്രം വിജയമൊന്നുമല്ല, എല്ലാവരും കൂടി ചെയ്യുന്നതാണ്. പോരാത്തതിന് ഇതിനു മുമ്പേ ഈ ഷോർട്ട് ഫിലിം ചെയ്ത് തുടങ്ങിയത് കുറേ ആൾക്കാർ പിന്നെയും ഉണ്ട്. ഇതൊന്നല്ല ഗ്രൂപ്പ്, നമ്മളെ എറണാകുളത്തിലെ ഷോർട്ട് ഫിലിം ഗ്രൂപ്പ് ഇതൊന്നുമല്ല, അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വേറൊരു ഗ്രൂപ്പും നമ്മളെ ഗ്രൂപ്പായി മാറി നന്നായിട്ട് പോയിന്ന്. ഇപ്പോൾ ഈ പുകാസ പോലെയുള്ള സംഘടനയിലും പോലും ചർച്ചയുണ്ട്. ഇപ്പോൾ എറണാകുളത്തിൽ ഇങ്ങനെ ഒരു കൂട്ടം വളർന്നു വരുന്നുണ്ട്, അത് നല്ല ചർച്ചയായി വരുന്നുണ്ട്. എല്ലാം കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പക്ഷെ എന്നിരുന്നാലും അടുത്ത ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് തുനിയുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയമാണ്. അടുത്തത് എങ്ങനെ എടുക്കുക, അതായത് പുതിയ ഒരാൾ എടുക്കുന്നവരായിട്ട് തന്നെ എനിക്ക് തോന്നൽ. പക്ഷേ ഈ 15 ഷോർട്ട് ഫിലിം എടുത്തിട്ട് ആൾക്കാർ കൃത്യമായിട്ട് അതിനെ വിലയിരുത്തി പറഞ്ഞാലും എനിക്ക് പുതിയതെടുക്കുമ്പോൾ ഒരു ഭയമാണ്. അപ്പം സിനിമ തന്നെയാണ് നമ്മളെ ആഗ്രഹം, എത്തുന്നു പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളെ ക്ഷണം സ്വീകരിച്ചിട്ട് സിനിമാ ഫീൽഡിൽ നിന്ന് ഒരാൾ വന്നിട്ട് ജിത്തു ഭായ്, അപ്പോൾ മൂപ്പർ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വിളിക്കേണ്ട താമസം ഓക്കെയാണ്. ഒരു മുമ്പ് തന്നെ വിളിച്ച് കൃത്യമായിട്ട് കാണുന്നുണ്ട്, എല്ലാ അഭിപ്രായങ്ങളും കൃത്യമായിട്ട് പറയലുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെ ഒരു ശക്തി. ഇനിയും അതുണ്ടാവണം, എല്ലാവരും നമ്മളെ കൂടെ നിന്നിട്ട് നമുക്കൊരു എന്നും ഉഷാറായി മാറണം എന്നാണ് ആഗ്രഹം. ഇത്രയും എനിക്ക് പറയാമല്ലോ. എല്ലാവർക്കും ഒന്നും കൂടി നന്ദി പറയുന്നു.